ഞങ്ങളിത് മൂന്നാമത്തെ ധ്യാനമാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒരു സമാധാന സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കറണ്ട് പോയപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ക്ഷമയുടെ ക്ലാസ് ജോസ് ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കറണ്ടിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പം ഇന്നലെ ക്ലാസ് കേട്ട് കുറച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഇന്നത് റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ ഇന്നലെ എന്തോ അവസാനിക്കേണ്ടതായിരുന്നു ക്ലാസ്. അപ്പൊ ഇന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരോട് ക്ഷമിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കണക്കിന് കാക്കാറുകൾ നന്നായി അത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒരുപാട് ഭാരം ഒഴിഞ്ഞു കിട്ടി. വളരെ സന്തോഷമുണ്ട്. അറിയില്ലുണ്ടോ? ഞങ്ങളും കഴിഞ്ഞ പ്രധാന യൂട്യൂബിൽ കൂടി ഒരു ടോക്ക് കേട്ടിട്ടാണ് പ്രധാന വിളിച്ച് ചോദിച്ചത്. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ടിരിക്കുന്നത്. 3 ദിവസത്തെ ധ്യാനമാണെങ്കിലും സമയം പോയതുപോലും അറിയില്ല. ഓരോ വിഷയങ്ങളും നമുക്ക് ആദ്യമായി കേൾക്കുന്നത് പോലെയാണ് ഇവിടെ നടന്ന ഓരോ ക്ലാസ്സുകളും നമുക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ജോസ് ബ്രദറിന്റെ ഓരോ ക്ലാസ്സുകളും മനസ്സിനെ നമുക്ക് അടക്കി പതിനിറങ്ങുന്ന പോലെയുള്ള ഓരോ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിനുണ്ടായ ഭാരം ഇവിടെ വന്നതിനേക്കാൾ മനസ്സിന് സന്തോഷവും സമാധാനവും ഭാരവും കുറഞ്ഞ ഒരു അനുഭവമാണ്. പ്രത്യേകമായി ഈ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ്. ഞാൻ ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഇതൊരു ധ്യാനം കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തൃശ്ശൂരുമായിട്ട് വളരെ ഒരു ആത്മബന്ധമുള്ള ആളാണ്. ഞാൻ ഇടുക്കിയിലക്കാരനാണെങ്കിൽ തൃശ്ശൂരാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നത്. കാരണം ഞാൻ 79 ഈ തൃശ്ശൂരിൽ വന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് പാസ്സായി. പിറ്റേ മാസം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ജോലി കിട്ടി. അതുപോലെ തന്നെ ഡിഗ്രി എടുക്കാനായിട്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുക്കാനായിട്ട് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജാണ് സെൻറ്റർ വെച്ചത്. അവിടെ വന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഡിഗ്രി എടുക്കാൻ തൃശ്ശൂരാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എല്ലാവർക്കും തൃശ്ശൂർ എനിക്കൊരു അനുഗ്രഹം ചൊരിഞ്ഞ ഒരു നാടായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ ഒരു ധ്യാനത്തിൻ്റെ കാര്യം എൻ്റെ വൈദ്യനോട് പറഞ്ഞപ്പോൾ ഒരുപാട് ദൂരെയാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് ദൂരെയൊന്നുമില്ല, സത്യം പറഞ്ഞൊന്നും ഉണ പറഞ്ഞതാണ്. വടക്കേസ്റ്റാലിൽ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 3 കിലോമീറ്റർ അല്ല, 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരുണ്ടായ രീതിയിലുള്ള ഒരു നല്ല കാര്യത്തിൽ പങ്കെടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ 2 ദിവസം കൊണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. ഭാഗമാക്കാകുവാൻ ദൈവം അനുഗ്രഹിക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ആരെയൊക്കെ കീഴാണ് വന്നിരിക്കുന്നത്? 4 പേര് ആരാ? നമ്മളിവിടെ പ്രയർ